നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഈ നിമിഷം നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. എന്താണ് ഈ നിമിഷം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക. എന്താണ് ഈ നിമിഷം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? നയൻ ഓഫ് സോഡാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് അയാൾ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. മേ ബി നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നുണ്ടാവും, നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾക്ക് നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കടുത്ത മാനസിക സംഘർഷം തോന്നുന്നതും രാത്രികളിൽ ഉറക്കമില്ലാതിരിക്കുന്നതെന്നാണ് കാണുന്നത്. ഇതാണ് നയൻ ഓഫ് സോഡ്. അങ്ങനെ അയാൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ കടുത്ത മാനസിക സംഘർഷം അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി, അങ്ങനെയൊക്കെ അയാൾക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട്. ദെൻ ടവർ കാർഡാണ്. ടവറും പറയുന്നത് തന്നെയാണ്. അയാൾ പ്രതീക്ഷിച്ചത് അയാളൊരു ചായ്വ് കാണിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമെന്നായിരിക്കും. പക്ഷേ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നു. അയാൾ അപ്രതീക്ഷിതമായിട്ട് ഒരു തിരിച്ചടിയേറ്റ ആളായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അയാൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ അങ്ങോട്ട് വിളിക്കുമെന്നോ നിങ്ങൾ അങ്ങോട്ട് അയാൾ അന്വേഷിച്ച് ചെല്ലുമെന്നോ ഒക്കെ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ അത് സംഭവിച്ചായിട്ട് കാണുന്നില്ല. അപ്പോൾ അയാൾക്ക് കടുത്ത ഒരു തിരിച്ചടി ഏറ്റതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാൾ അതും ഒരു സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു തിരിച്ചടി നേരിടുന്നത്. ദെൻ 6 ഓഫ് വാണ്ടാണ്. അയാൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചേർന്ന് പഴയതുപോലെ സ്നേഹത്തിൽ പോകണം, നിങ്ങളോട് ചേർന്നിരിക്കണം, നിങ്ങളോട് സംസാരിക്കണം. ഒരുപക്ഷെ നിങ്ങളോടായിരിക്കും ഈ ലോകത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അയാളുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കും. അപ്പോൾ നിങ്ങളോട് ഇതെല്ലാം വീണ്ടും പറയണം എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങളോട് പറയുമ്പോഴായിരിക്കും ഒരുപക്ഷെ അയാൾക്കൊരു ആശ്വാസം കിട്ടിയിരുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ അയാളുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ നിങ്ങൾ മാത്രമായിരുന്നിരിക്കും. അപ്പോൾ നിങ്ങൾ പോയപ്പോൾ ഉണ്ടായ ആ ഒരു ശൂന്യത ഒരുപക്ഷെ അയാൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആദ്യം കണ്ട ആ ഒരു 9 ഓഫ് സോഡും വന്നേക്കുന്നത്. അപ്പോൾ അയാൾ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ 6 ഓഫ് വാണ്ട് പറയുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വിസിബിൾ ആണ് കേട്ടോ. ഒരു വളരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അയാൾക്ക് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഇത് അയാളുടെ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അയാളുടെ നൈറ്റ് ഓഫ് സ്പോർട്സ് ആണ്. അപ്പോൾ എടുത്തു ചാടി പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ ചെയ്തു പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്ന് തോന്നുന്നു. അത് പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൻ്റെ പേരിലുണ്ടായിപ്പോയൊരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിലാണ് അയാളിപ്പോൾ പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ അയാൾ നിങ്ങളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അയാൾക്ക് തീർച്ചയായിട്ടും ആ എടുത്തുചാട്ടത്തിൽ നിന്ന് പിന്മാറി നിങ്ങളിലേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളിലേക്ക് തന്നെ വരണമെന്ന് അയാൾ ആഗ്രഹിക്കാൻ കാരണം നിങ്ങൾ സോൾമേറ്റ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് സോൾമേറ്റിൻ്റെയും കൂടെ കാർഡാണ്. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു.